ഷൈനിയനെ അതിക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം മുറ്റത്തൂടെ തള്ളിയിട്ടെന്നോ മുറ്റത്തൂടെ വലിച്ചെന്നോ വിളിച്ചതും ഭീഷണിപ്പെടുത്തിയതും സംബന്ധിച്ച് നോബി ലൂക്കോസ് മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ നിർണായകമായ തെളിവ് ഷൈനിയുടെയും നോബിയുടെയും മൊബൈൽ ഫോണുകളാണ്. പക്ഷേ ഞാൻ കുറ്റപ്പെടുത്തുന്നത് കൂടുതലായും ഈ അന്വേഷണങ്ങൾ എന്തേ എങ്ങും എത്താതെ പോയത്. എല്ലാവർക്കും നമസ്കാരം. കോട്ടയം ഏറ്റുമാനൂർ മരണപ്പെട്ടു പോയ ഷൈനിയും 2 മക്കൾ, ഇവരുടെ നീതിക്കായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ജസ്റ്റിസ് ഫോർ ഷൈനി എന്ന ഹാഷ്ടാഗ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഷയമെല്ലാം നോബിയുടെ തലയിൽ മാത്രമായി പെടുകയാണ്. ഈ പാതിരിയും അപരാധിയൊക്കെ ആയിട്ടുള്ള ആൾക്കാർ രക്ഷപ്പെടുകയാണ്. ഏത് മുത്തുച്ചിപ്പി പാതിരിയും പിന്നെ ഷൈനിയുടെ അമ്മാവനും അമ്മായിയും സ്വന്തം അപ്പനും അടക്കമുള്ള ആൾക്കാർ നൈസായിട്ട് അങ്ങ് രക്ഷപ്പെടുകയാണ്. എല്ലാം നോബിയുടെ തലയിൽ മാത്രമാക്കി, നോബിയെ മാത്രം കുറ്റക്കാരനാക്കി ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു വകുപ്പാണ് ഇവിടെ ഇപ്പൊ കണ്ടുവരുന്നത്. പക്ഷെ നോബി അടപടലം പെട്ട്, പക്ഷെ പാതിരി അടപടലം രക്ഷപ്പെടുന്ന ഒരു ചാൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരിക്കലും പാടില്ല. കാരണം ഈ പാതിരി ഉൾപ്പെടെ ഇതിൽ കൈ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം ആദ്യം തന്നെ. അല്ലാണ്ട് നോബി മാത്രമല്ല കുറ്റക്കാരൻ. നോബി എന്ന് പറയുന്ന പരനാറിയെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി നിയമപരമായി ശിക്ഷിക്കുന്നത് പോലെ തന്നെ ബാക്കിയുള്ളവരെ ശിക്ഷിക്കണം. അല്ലാണ്ട് നോബിയെ ഇവിടെ നിന്ന് ശിക്ഷിച്ച് ബാക്കിയുള്ളവരെ സേഫ് ആക്കുന്ന ഒരു കളി വേണ്ട. നമുക്ക് ന്യൂസിലോട്ട് വരാം. അതിനു മുന്നേ ഈ നോബി എന്ന് പറയുന്ന നാറി ഷൈനിയെ എടുത്തിട്ട് അടിച്ച് വലിച്ചഴച്ചു കൊണ്ടുപോയ കാര്യങ്ങളടക്കം ഒരു വ്യക്തി പറയുന്നുണ്ട്. ഹാർട്ട് ഫാർമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വന്നിട്ടുള്ളതാണ്. ആ വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് കൊടുക്കാം. നോബി തിരിച്ചു പോകാൻ വേണ്ടിയിട്ടിരുന്ന ആ ദിവസം രാവിലെ ഒരു 9:30 ഞാൻ മുട്ടത്തുനിന്ന് ഇങ്ങ് പോരുന്ന വഴി ഇവരുടെ ആ മലയിലേക്ക് തിരിയുന്ന അവിടെ വെച്ച് ഞാൻ അനൂപിനെ കണ്ടു. അപ്പോൾ അനൂപുമായിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയാറുണ്ട്. കടയിൽ പോകുമ്പം മരുന്ന് കടയിൽ വെച്ചിട്ടാണ് വർത്തമാനം പറയാറുണ്ട്. അപ്പോൾ അവിടെ വെച്ച് അനൂപ് തന്നെ ഉള്ളൂ. ഞാനും സ്കൂട്ടറിലാണ്, അവനും സ്കൂട്ടറിലാണ്. അവൻ കണ്ടു നിർത്തി. ഞാൻ ചോദിച്ചു, അനൂപേ നീ എന്നാ ഉണ്ടാ ഇവിടെയൊക്കെ വിശേഷം, നീ എന്നാ ഉണ്ട്, നിന്നെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് വീട്ടേട്ടാ ഇവിടം വരെ വന്നതാണ്, മലയിൽ ഞങ്ങൾക്കൊരു ചെറിയ പരിപാടിയുണ്ട്, എന്നോട് ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. എന്നാൽ ഞങ്ങൾ 2-3 പേരുണ്ട്, ഞങ്ങളിന്നൊന്ന് നോബി ഇന്ന് രാത്രി പോവുക, ഞങ്ങളൊന്ന് കൂടിയിട്ട് വരാൻ കേട്ടോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അവനങ്ങോട്ടും പോയി, ഞാനിങ്ങോട്ടും പോയി. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അറിയുന്നത് ഈ പറയുന്ന മാതിരി ഷൈനിയനെ അതിക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം മുറ്റത്തൂടെ തള്ളിയിട്ടെന്നോ മുറ്റത്തൂടെ വലിച്ചെന്നോ ഒക്കെ പറയുന്നു. അതിനുശേഷം രാത്രിയിൽ അനിയൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഷൈനിയുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു കുര്യാക്കോസ് ചേട്ടൻ ഇവിടെ വന്നു, ഷൈനിയനെ കൂട്ടുകയും മക്കൾ 2 പേരെയും പിറ്റേ ദിവസം രാവിലെ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു എന്നൊക്കെയുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള വിവരം ഞാൻ അറിയുന്നത്. ഈ വ്യക്തി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നോബി എന്ന് പറയുന്ന ഷൈനിയുടെ ഹസ്ബൻഡായി നിന്ന ഒരു പരനാറി അവളെ ശാരീരികമായി ഉപദ്രവിച്ച കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കെട്ടിയ പെണ്ണിനെ അടിച്ചിട്ടല്ല ആണത്വം കാണിക്കേണ്ടത്. നാറി, നിന്നെ അല്ലാണ്ട് എന്ത് വിളിക്കാൻ? അവളെ ഇത്ര എടുത്തിട്ട് അടിച്ചു വലിച്ചു ഇഴച്ചപ്പോൾ നിനക്ക് എന്ത് സുഖാടാ കിട്ടിയത്? തടുക്കാൻ ആ വീട്ടിൽ ഒരു പട്ടി ഇല്ലേടേ. അതാണ് പറഞ്ഞത്, പട്ടി വിലയായിരുന്നു, അതിനേക്കാളും താഴത്തെ വിലയായിരുന്നു. പട്ടിക്കും ഉണ്ടടേ വില. ആ വില പോലും ഷൈനിക്ക് അവിടെ ഇല്ലായിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെ? തീർച്ചയായിട്ടും ഒരു നാറിയെ പോലും, ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒറ്റ ആൾക്കാരെ പോലും വെറുതെ വിടരുത്, ഷൈനിയുടെ അപ്പനെയും അമ്മയും കൂടി അടക്കം. കാരണം അവർക്ക് ഒരു വിഷയമില്ല, മകള് ചത്താലും ജീവിച്ചാലും ഒരു തേങ്ങയില്ലാത്ത ഒരു നാറിയാണ് ആ കുര്യാക്കോസ്. അതുപോലെ നോബി ഷൈനി എടുത്തിട്ട് ഉപദ്രവിച്ചപ്പോഴും ഒന്നും തിരിഞ്ഞു നോക്കാതെ നിന്ന കുറെ നാറികൾ ആ കുടുംബത്തിൽ. എല്ലാവരുടെ ആട്ടും തുപ്പും ഏറ്റുവാങ്ങാൻ ഷൈനിയുടെ ജീവിതം ബാക്കിയായിരുന്നു. എല്ലാം കൂടി താങ്ങാൻ പറ്റാത്ത മാനസികാവസ്ഥയിലോട്ട് പോയപ്പോഴാണ് ഷൈനി ഇങ്ങനെ ഒരു കടും കൈ ചെയ്തിട്ടുള്ളത്. സീരിയസ്ലി പറയാം, അവര് സഹിക്കേണ്ട പീക്ക് ലെവല് കാര്യങ്ങൾ അവർ സഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അപ്പുറം അവർക്ക് ഇനി സഹിക്കാൻ പറ്റുമെന്നില്ല, എനിക്ക് അറിയത്തില്ല. ആ രീതിയിൽ അവർ സഹിച്ച്, എന്നിട്ട് എങ്ങനെയെങ്കിലും ഇവന്റെയൊക്കെ അടുത്തുനിന്ന് പോയിട്ട് നാശങ്ങൾ അടുത്തുനിന്ന് മാറി ഇന്ന് സ്വന്തമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ നാറികൾ പിന്തുടർന്ന് വീണ്ടും ശല്യം ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വളരെ അധികം കഷ്ടതയിലൂടെയാണ് ആ സ്ത്രീ പോയത്. മാനസികാവസ്ഥ മനസ്സിലാക്കണം. എന്തായാലും ഈ വ്യക്തി പറയുന്ന ബാക്കി കേട്ടോ. 2024 ഈ മക്കളുടെ എൻ്റെ കൊച്ചുമക്കളുടെ മാമോദിസായിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ മാമോദിസ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയായിരുന്നു. അപ്പോൾ അന്നേരം ഈ അലീനായും യുവാനായും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എന്നെ അതിശയപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇളയ മകള്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, ഒരു പ്രത്യേക ഇഷ്ടമാണ് അവളെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ സംസാരത്തിനൊരു ചെറിയ ഒരു
ചെറിയൊരു എന്നാ പറയുക സ്റ്റാമറിങ് പോലെ ഒരു സംഗതിയുണ്ട്. കുഞ്ഞപ്പാണ്. ഒരു കൊഞ്ഞപ്പ്, ചെറിയൊരു കൊഞ്ഞപ്പ്, വളരെ ചെറുതേ ഉള്ളൂ. പക്ഷേ എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അത് കാരണം ഞാൻ അവളോട് കൊഞ്ഞപ്പിനൊരു ഈണം. അപ്പോൾ അത് കാരണം ഞാൻ അവളോട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അന്നേരം അവൾ അതനുസരിച്ച് എനിക്ക് ഉത്തരം തരും. അങ്ങനെ ഞാൻ അത് വളരെയധികം അവളോട് ആയിട്ടുള്ള സംസാരം ഞാനൊരു സംഗീതം പോലെ ആസ്വദിച്ചു. വീട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ അവൾ ഓടിപ്പോയി ചായ ഇട്ട് കൊടുക്കുമായിരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് എന്നെ അതിശയിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബേബിച്ചേട്ടൻ തന്നെ എന്നോട് പറയുക, എടാ വീട്ടിലെ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ആരുടെ അടുത്തും പോകണ്ട, ഇവളെ എന്നെ എല്ലാം ബാത്റൂമിൽ കൊണ്ടുപോകും, എന്നെ കഴുകിപ്പിക്കും, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരാം. അപ്പോൾ എനിക്ക് അതിശയായിപ്പോയി. ഞാൻ പറഞ്ഞു, വേവിച്ചേട്ടൻ ചുമ്മാ നുണ പറയണതായിരിക്കും, മൂത്തവളായിരിക്കും എന്ന് പറഞ്ഞു. അല്ല, ഇവളാ എന്നെ എല്ലാം, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവള് വേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെല്ലാം ചെയ്യുമെന്ന് പറയും. എനിക്ക് അതിശയായിപ്പോയി. അതായത് നോബിയുടെ അപ്പൻ ബേബിയുടെ എല്ലാ കാര്യങ്ങളും ഷൈനിയുടെ ഇളയ മകൾ ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. ബാത്റൂമിൽ കൊണ്ടുപോകാനോ എന്ത് വേണോ അവൾ സഹായിക്കും, ആ രീതിയിൽ അവൾ ചെയ്യും എന്നാണ് ഇവിടെ ഈ വ്യക്തി പറയുന്നത്. ഷൈനി പ്രത്യേകിച്ച് ഒരു നേഴ്സാണ്, ഒരു നേഴ്സിന്റെ മകളാണ്. അവൾക്ക് ആ ഒരു കെയറിങ് സ്വഭാവം ചിലപ്പോൾ ഓഫ് കോഴ്സ് ഉണ്ടാവും. അങ്ങനെ ആയിരിക്കണം ഈ നാരയൊക്കെ എടുത്തിട്ട് നോക്കിയത്. എന്നാൽ ഷൈനി ആ 2 മക്കളെയും കൊണ്ട് പെരുവഴിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ബേബിയും ഈ പറയുന്ന ഒരുത്തനും ഒരു കൈത്താങ്ങ് കൊടുക്കാനോ ആശ്വസിപ്പിക്കാനോ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട, നീ ഇറങ്ങി പോണ്ട, വീട്ടിൽ തിരിച്ച് കയറെന്ന് പറയാനോ ആരുമില്ലായിരുന്നു. അവിടെ ഒരു വേലക്കാരിയെ കണക്കിന് അല്ലെങ്കിൽ ഒരു ബംഗാളിയെ കണക്കിനാണ് ഷൈനി ഇട്ടിരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാരാ? ഈ പറയുന്ന ഷൈനിയുടെ അമ്മായിയമ്മ തള്ളാൻ. ആ അമ്മച്ചി പരട്ടക്കളവി തന്നെ അത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാം, എല്ലാവരും കൂടി ആ സ്ത്രീയെ ജീവിക്കാൻ അനുവദിക്കാതെയാണ് 2 പിഞ്ച് മക്കളെ കൊണ്ട് പെരുവഴിയിൽ ഇറങ്ങി ലാസ്റ്റ് നിക്കക്കളിയില്ലാതെ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. എന്നിട്ടിപ്പം എല്ലാം നോബിയുടെ തലയിൽ മാത്രമാക്കി. അത് വേണ്ട, എല്ലാത്തിനെയും ശിക്ഷിക്കണം, ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടരുത്. ഇപ്പൊ റീസെന്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആത്മഹത്യ പ്രേരണയുടെ റീസൺ വെച്ചിട്ട് നോബിയുടെ തലയിൽ മാത്രമാണ് ഈ കേസ് കൊണ്ട് ചവിട്ടി നിർത്തുന്നത്. പറ്റില്ല. മറ്റേ വേറൊരു സാധനം ഉണ്ടല്ലോ, ഗാർഹിക പീഡനവും മറ്റേ പീഡനവും മറിച്ച പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനം കൂടി ഈ കുടുംബത്തിന്റെ മൊത്തം തലയിൽ കയറ്റി വെച്ചിട്ട് എല്ലാത്തിനെയും പിടിച്ചകത്താൻ കിട്ടണം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഷൈനിക്ക് സഹോദരങ്ങളെന്ന് പറയുന്ന മൊണ്ണകൾ എവിടെ ഉണ്ടായിരുന്നു, എവിടെ തിന്നു കുടിച്ച് പെരുത്ത് സ്വന്തമായിട്ട് സ്വന്തം കീശയെ നിറച്ചും കൊണ്ട് എവിടെ ഇരുന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു പട്ടി കുഞ്ഞു പോലും. എന്തായാലും ഒരു ന്യൂസ് ആദ്യം കേട്ടു നോക്കാം. ഏറ്റുമാനൂരിൽ അമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ നോബി വർഗീസിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കും. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. നേരത്തെ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഉന്നത സ്വാധീനമുള്ള പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും സാക്ഷികളെ ഭീഷണിപ്പെടുത്തുമെന്നും അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഏറ്റുമാനൂർ പോലീസ് നോബിയെ അറസ്റ്റ് ചെയ്തത്. നന്നായി. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി അവനെ മാത്രം അറസ്റ്റ് ചെയ്ത്, അവനെ മാത്രം ചെയ്താൽ പോരാ, ബാക്കിയുള്ളതിനെയും കൂടി അകത്താക്കണം. അല്ലാണ്ട് ബാക്കിയുള്ള പള്ളിയിലച്ഛനെയും എല്ലാത്തിനെയും കൂടി രക്ഷപ്പെടാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കരുത്. അവനെ അടക്കം പിടിച്ചാകത്തുണ്ട്, ആ മുത്തുച്ചിപ്പി അടക്കം. ഒരുത്തനെ വെറുതെ വിടരുത്, ഒരുത്തനെ വെറുതെ വിടരുത്. ഇത് നോബിയിൽ മാത്രം ഒതുക്കി കൂടി നോബിയുടെ തലയിൽ മാത്രം അടിച്ചു വെച്ചിട്ട് ആ പള്ളിയിലച്ഛൻ ഉൾപ്പെടെ രക്ഷപ്പെടാനുള്ളൊരു വഴി ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഈ ന്യൂസ് കണ്ട സമയത്ത്. ബാക്കി ഏറ്റുമാനൂരിൽ മക്കളെയും കൂട്ടി ഷൈനി ആത്മഹത്യ ചെയ്യാൻ കാരണം ഭർത്താവ് നോബി ലൂക്കോസ് പിന്തുടർന്ന് പീഡിപ്പിച്ചതാണെന്ന് പോലീസ് റിപ്പോർട്ട്. മരിക്കുന്നതിന്റെ തലേന്ന് നോബി ഷൈനിയുടെ ഫോണിൽ വിളിച്ച് മക്കളുമൊത്ത് മരിക്കാൻ ആവശ്യപ്പെട്ടു. നോബിയുടെ മാതാപിതാക്കളും ഷൈനിയെ തൊടുപുഴയിൽ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ഷൈനിയെയും 10-11 വയസ്സുള്ള പെൺമക്കളെയും മനഃപൂർവ്വം മരണത്തിലേക്ക് തള്ളിവിട്ടതാണ്. ഭർത്താവിന്റെ വീട്ടിലെ ഗാർഹിക പീഡനം സഹിക്കാതെ അവിടെ നിന്നിറങ്ങിയിട്ടും നോബി ലൂക്കോസ് ഷൈനിയെ പിന്തുടർന്ന് ഉപദ്രവിച്ചു. നിരന്തരം ഭീഷണിപ്പെടുത്തുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഷൈനിയും മക്കളും മരിക്കുന്നതിന്റെ തലേന്ന്, അതായത് ഫെബ്രുവരി 27 രാത്രി 10:00 ഷൈനിയുടെ ഫോണിലേക്ക് നോബി ലൂക്കോസ് വിളിച്ചു. ഫോൺ എടുത്തയുടൻ നോബി പറഞ്ഞത്, നീ നിന്റെ 2 മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോടി, ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും നിന്റെ മക്കളും ചാകണം, എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടേടി എന്നാണ്. നോബിയുടെ ഈ വാക്കുകൾ ഷൈനിയെ മാനസികമായി തകർത്തു. ഇതിന്റെ മനോവിഷമത്തിലാണ് ഫെബ്രുവരി 28 പുലർച്ചെ 4:50 വീട്ടിൽ നിന്നിറങ്ങി ഷൈനിയും മക്കളും കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷൈനി അത്യാവശ്യം ബോൾഡ് ആയിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, ജീവിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഷൈനിയുടെ ഒരുപാട് വോയിസ് കേട്ട സമയത്ത്. പക്ഷേ മാനസികമായിട്ട് ഈ ഒരു ഘട്ടം, നോബിയുടെ ഈ ഒരു ലാസ്റ്റ് മെസ്സേജ് ഒരുപക്ഷെ നല്ല രീതിയിൽ മാനസികമായി തളർത്തി കാണണം. അതായിരിക്കണം ഒരു റീസൺ. പിന്നെ വേറൊരു റീസൺ, ഒരു വീട്ടിലും, അത് ഭർത്താവിന്റെ വീട്ടിലായിക്കോട്ടെ സ്വന്തം വീട്ടിലായിക്കോട്ടെ, ഒരു വീട്ടിലും ആരും കേറ്റാതെ തിരിഞ്ഞു നോക്കാതെ ഒരു സപ്പോർട്ടും ഇല്ലാണ്ടായപ്പോൾ വേറെ നിക്കക്കളിയില്ലാതെ ഇനി എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല ഈ മക്കളെയും കൊണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തോന്നിയിട്ടാവണം ഷൈനി ഇത് ചെയ്തത്. ഞാൻ ഒരിക്കലും ഷൈനി ചെയ്തതിന് സപ്പോർട്ട് ചെയ്യത്തില്ല. സപ്പോർട്ട് ചെയ്യാത്തതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് നിക്കക്കളി ഇല്ലാതെ വന്നു കഴിഞ്ഞാലും ജീവൻ എടുക്കുക എന്ന് പറയുന്നതല്ല അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള
വഴി. നമ്മൾ മാക്സിമം സ്ട്രഗിൾ ചെയ്യുക, മാക്സിമം പോരാടുക. നാളെ നമുക്കൊരു വെളിച്ചം കണ്ടേക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കുക. അല്ലാണ്ട് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ വിഷമമോ വിഷയമോ വന്നു കഴിഞ്ഞാൽ സ്വയം ജീവനൊടുക്കി ആ വെളിച്ചത്തിനെ കെടുത്തരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു വെളിച്ചത്തിനായിട്ട് കാത്തിരിക്കുക, എന്നെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ഷൈനി ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളക്കാരെ മൊത്തം ഷൈനിക്കൊപ്പം നിന്നേനെ, ഷൈനിയെ സഹായിച്ചേനെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പറയാനുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പള്ളിയിൽ അച്ഛനെ ഉൾപ്പെടെ ശിക്ഷിക്കണം. അവൻ ഇതിലൊരു മുഖ്യ പങ്കുണ്ട്. അവൻ ആദരണീയാവുന്നില്ല, അവൻ അപരാധിയാണ്. അവനെയൊക്കെ ഉൾപ്പെടെ ശിക്ഷിക്കണം. നല്ല ഒന്നാം തരം നാറിയ കളി അടിയിൽ കൂടി ഇരുന്ന് കളിക്കുന്നുണ്ട്. എല്ലാം നോബിയുടെ തലയിലാക്കിയിട്ട് നൈസായിട്ട് ഇവനൊക്കെ എല്ലാം സ്കൂട്ടാനുള്ള പ്ലാനാണ്. അതൊന്നും വിട്ടുകൊടുക്കരുത്. ഒരുത്തനെയും വെറുതെ വിടരുത്. വിളിച്ചതും ഭീഷണിപ്പെടുത്തിയതും സംബന്ധിച്ച് നോബി ലൂക്കോസ് മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ നിർണായകമായ തെളിവ് ഷൈനിയുടെയും നോബിയുടെയും മൊബൈൽ ഫോണുകളാണ്. ഇത് രണ്ടും FSL പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. നിലവിൽ കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. നോബി ലൂക്കോസ് മാത്രമാണ് പ്രതി. പക്ഷേ തൊടുപുഴ ചുങ്കത്തെ വീട്ടിൽ വെച്ച് നോബിയുടെ മാതാപിതാക്കളും ഷൈനിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. 2024 ജൂണിൽ ഷൈനി നൽകിയ ഗാർഹിക പീഡന കേസ് കൂടി കണക്കിലെടുത്ത് അന്വേഷണം മുന്നോട്ട് പോയാൽ ആത്മഹത്യാ പ്രേരണയിൽ കൂടുതൽ പ്രതികളുണ്ടാകും. അതാണ് ആവശ്യം. അതായത് ഇവന്റെ ആത്മഹത്യ പ്രേരണ മാത്രം എടുത്താൽ പോരെ, ഗാർഹിക പീഡനത്തിന്റെ കേസും കൂടി എടുത്തിട്ട് ബാക്കിയുള്ളതിനെയും കൂടി പിടിച്ചകത്തിടണം. അതാണ് ചെയ്യേണ്ടത്. അതിനി ചെയ്യണം. അല്ലാണ്ട് ഈ നോബിയെ മാത്രം അറസ്റ്റ് ചെയ്ത് അകത്തോണ്ടിട്ടിട്ട് കാര്യമില്ല. ബാക്കിയുള്ള എല്ലാത്തിനെയും, ബേബിയെയും, ബേബിയുടെ ഭാര്യയെയും, നോബിയെയും, ബോബിയെയും എല്ലാത്തിനും പിടിച്ചകത്തിടണം. കുര്യാക്കോസിനെയും, സ്വന്തം അപ്പൻ അടക്കം. സ്വന്തം അപ്പൻ വരെ നാറിയ കളിയാണല്ലോ കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാത്തിനെയും പിടിച്ചകത്തിടാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അതാണ് ആവശ്യം. കാരണം ഇനി ഒരു ഷൈനി കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു സ്ത്രീക്കും ഒരു മക്കൾക്കും ഈ അവസ്ഥ വരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. അല്ലാതെ മരിച്ചുപോയ ഷൈനിക്ക് ഇനി ഈ നീതി കിട്ടിയിട്ടും വലിയ കാര്യമില്ല. പക്ഷെ ഇനി ഉണ്ടാവാതിരിക്കാനും ഷൈനി ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത നീതി മരിച്ച ഈ ഒരു സമയത്തെങ്കിലും കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നത് ആ നാറികൾ ശിക്ഷിക്കപ്പെടണം. അതാണ് നമ്മുടെയൊക്കെ ഇന്റൻഷൻ. അതാണ് എനിക്ക് പറയാനും ഉള്ളത്. എന്നാലും മറ്റൊരു വ്യക്തി നോബിയെ കുറിച്ചിട്ടും ബോബിയെ കുറിച്ചിട്ടും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോ. പരസ്നേഹം, പരസ്പര ബഹുമാനവും വിശ്വാസവും അതോടൊപ്പം സ്വന്തം സമുദായത്തിനെ കുറിച്ചൊരു ചേർത്ത് പിടിക്കലുണ്ടായിരുന്നു. ആ ചേർത്ത് പിടിക്കൽ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. ഈ ചേർത്ത് പിടിക്കൽ ആരിൽ നിന്നെല്ലാം വീഴ്ച വന്നു? പലരും ചേർത്ത് പിടിക്കാതിരുന്നു. അത് പുറകോട്ട് ഇവരുടെ ചുരുളഴിയുമ്പോൾ കാണാം. ഇതിനകത്ത് വൈദികരുണ്ട്, ഇടവക വികാരിമാരുണ്ട്, പോലീസ് അധികാരികളുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ ചേർത്ത് പിടിക്കൽ നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബം, ഒരു അമ്മയും 2 മക്കളുമാണ് പോയത്. ആ റെയിൽപാളത്തിൽ അമ്മയോട് ചേർത്ത് കണ്ണുടച്ചത്. ട്രെയിനൊക്കെ വരുമ്പോഴത്തേനും സാമാന്യ മനുഷ്യർ ഈ ബഹളവും ഒച്ചയും കണ്ട് പേടിച്ച് ചാടേണ്ടതാണ്. പക്ഷേ അതിനും മാത്രം അവരുടെ മനസ്സും ശരീരവും എല്ലാം ആയിപ്പോയി. അതുകൊണ്ടാണ് അവിടെ നിന്ന് പോയത്. അപ്പോൾ അതിന് ഇനിയെങ്കിലും നടന്നു ഇനിയെങ്കിലും ഇങ്ങനെ സംഭവിക്കരുത് എന്നത് ഉറച്ച വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. യാതൊരു സംശയം. അത് ഉള്ള കാര്യമാണ്. ഇനി ഒരു ഷൈനി ഉണ്ടാവാൻ പാടില്ല. ഇനി ഒരു നാറിയും തന്റെ ഭാര്യകളുടെ മേലിൽ കൈവയ്ക്കാൻ പാടില്ല. ഒരു അമ്മായിയപ്പനും ഒരു അമ്മായിയമ്മയും ഒരു മരുമകളുടെ മെക്കിട്ടും കയറാൻ പാടില്ല. ഒരപ്പനും ഒരമ്മയും സ്വന്തം മക്കളുടെ മെക്കിട്ട് അല്ലെങ്കിൽ മക്കളെ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥ പോലും ഉണ്ടാവരുത്. ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോരാ, പോറ്റാനും കൂടി പഠിക്കണം. അവർക്കൊരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാൻ പഠിക്കണം. അങ്ങനത്തെ അപ്പനും അമ്മയും മതി. അല്ലാതെ ഇതുപോലെ അമ്മായിയപ്പനും അമ്മായിയമ്മയും ഭർത്താവിന്റെ സഹോദരനും മറ്റതും മറിച്ചതും എന്നും ഇനി ഈ കേരളത്തിൽ ഉണ്ടാവരുത്. അതുകൊണ്ട് ഇനി ഒരു ഷൈനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൈകോർത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ പോരാടാമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി തന്നെ ഇതിന്റെ പ്രതികളായാലും തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിന്റെ പുറകിലുണ്ടാവും. ഞങ്ങൾക്ക് കാശൊക്കെ കുറവാണ്. സാമ്പത്തിക ഇതിനായിട്ടൊന്നും ഒരുപാട് കൈക്കൂലി കൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ജനശക്തിയോടുകൂടി ഇതിന് കൃത്യമായ മറുപടി കിട്ടുന്നത് വരെ, അത് ഏത് വൈദികനായാലും, ഏത് മെത്രാനായാലും, ഏത് പോലീസ് അധികാരി, ഏത് മന്ത്രിയായാലും, ആരായാലും മുഖം നോക്കാതെ ഇതിന്റെ കുറ്റക്കാരാണെന്ന് വെച്ചാൽ അവരെ ശിക്ഷിക്കപ്പെടണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ജനങ്ങളുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്തിരിക്കും. ഇനി ഒരു ഷൈനി കേരളത്തിൽ ഉണ്ടാവരുത്. ഉണ്ടായാൽ അത് നമ്മൾ മലയാളികളുടെ ഒരു തോൽവിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഷൈനിക്കുണ്ടായിട്ടുള്ള ഈ ദുരനുഭവത്തിന് കാരണക്കാരായ ഓരോ നാറികളും ശിക്ഷിക്കപ്പെടണം. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഇനി ഒരു ഷൈനി ഉണ്ടാവാതിരിക്കത്തുള്ളൂ. അല്ല, പക്ഷേ ഞാൻ കുറ്റപ്പെടുത്തുന്നത് കൂടുതലായും ഈ അന്വേഷണങ്ങൾ എന്തേ എങ്ങും എത്താതെ പോയത്. അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം. അത് സ്വന്തം ഇടവക വികാരിമാരിൽ നിന്നും മെത്രാനിൽ നിന്നും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. സംശയാസ്പദമായി പോലും ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയും സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടും ഈ വൈദികൻ ഇപ്പോഴും ഈ പെണ്ണിൻ്റെ കെട്ടിയവൻ്റെ ചേട്ടനാണോ അനിയനാണോ
ചേട്ടൻ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുകയാണ്. അതൊക്കെ മാറണം. കുറ്റവാളികളെ പിടിച്ചു കൊടുക്കണമെന്നേ ഇവൻ കുറ്റക്കാരനാണെന്ന് പറയാനുള്ള ആർജവം ആർക്ക് കാണണം? മെത്രാന് കാണണം. അതില്ലാത്ത, അങ്ങനെ പിടിച്ചു കൊടുക്കാത്ത പല ഇൻസിഡന്റുകൾ ഈ രൂപതയിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ടായി. ഇനി ഇത് പാടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബോബി എന്ന് പറയുന്ന പാതിരിയാണ് ഇതിൽ വേറൊരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത്. ഇവനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇവനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, എവിടെയെന്ന് പോലും അറിയത്തില്ല. ഇവനെ സംരക്ഷിക്കുന്ന കുറെ ആൾക്കാർ കാണുമല്ലോ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിലുണ്ട് അമ്മയും പെങ്ങളും ഭാര്യയൊക്കെ. അവർക്ക് നാളെ ഇതുപോലെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ആർക്കെങ്കിലും, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അന്നും ആ കുറ്റവാളികളെ ഇതുപോലെ സംരക്ഷിക്കണം. പിടിച്ച് ഇട്ടുകൊടുക്കണോ? ആരാ ഇവനെയൊക്കെ സംരക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്? പിടിച്ച് ഇട്ടുകൊട്. അതിന്റെ പേരിൽ ഇവനൊക്കെ അങ്ങ് പിണങ്ങി പോയങ്ങ് വോട്ടെന്ന് പോയി. ഇവനൊക്കെ അല്ലെങ്കിൽ എന്തിനാണ് അടിപ്പിക്കുന്നത് ഇതുപോലത്തെ അപരാധികൾ? ആരാണ് ഇവനൊക്കെ സംരക്ഷിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എവിടെയാണ് ഇവൻ ഒളിവിലിരിക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. പണത്തിന്റെ കുന്തളിപ്പം കാണിച്ചും കൊണ്ട് എവിടെയാണ് ഇവനൊക്കെ കയറി ഒളിഞ്ഞും പാത്തും ഇരിക്കുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. അമ്മാതിരി അപരാധനങ്ങൾ കാണിച്ചിട്ടും ഇവനെയൊക്കെ സംരക്ഷിക്കാനും ആൾക്കാരുണ്ട്. അത് കാണുമ്പോഴാണ് വെറും പുച്ഛം തോന്നുന്നത്. പിന്നെ എല്ലാ കുറ്റവും കൂടി നോബിയുടെ തലയിൽ മാത്രം വെച്ച് കൊടുത്ത് ഈ കേസ് ക്ലോസ് ചെയ്യാൻ നോക്കണ്ട. അവനെ മാത്രം ശിക്ഷിച്ചിട്ട് ഈ കേസ് പതുക്കെ ഒതുക്കി തീർക്കാമെന്ന് നോക്കണ്ട. ഇതിന് ഉത്തരവാദികളായ ഓരോ നാറികളെയും ശിക്ഷിക്കണമെന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതുപോലെയാണ് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പിന്നെ വേറൊരു വിഷയം പറയുകയാണെങ്കിൽ, ഈ പാതിരിയെ അറസ്റ്റ് ചെയ്യുന്നത് കാണാൻ വളരെയധികം ആകാംക്ഷയോട് ഞാൻ ഇരിക്കുകയാണ്. ദയവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ പാതിരിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.